ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. അങ്ങനെ അംബിക ഭൂമിയോട് പറയുകയാണ്, നീ ഞങ്ങളുടെ മകളല്ല എന്നുള്ള സത്യം. അംബിക പറയുന്നുണ്ട് ഭൂമിയോട്, നീ എന്റെയും അച്യുതേട്ടന്റെയും മകളല്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഭൂമി. പറഞ്ഞുകൊണ്ട് അംബിക ഇങ്ങനെ പൊട്ടിക്കരയാണ്. ആ സമയത്ത് ഭൂമി അംബികയോട് പറയും, അമ്മ എന്തിനാ ഇങ്ങനെ കളവ് പറയുന്നത്? അമ്മ എപ്പോഴും ഇങ്ങനെ കളവ് പറയരുത്. അമ്മ ഇങ്ങനെ കളവ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അംബിക ഭൂമിയോട് പറയും, നമ്മളുടെ വീട്ടിലെ ഒരു മാസം നടന്ന കാര്യങ്ങളെല്ലാം മോളൊന്ന് ഓർത്തു നോക്കിയേ എന്ന്. ആ സമയത്ത് ഭൂമി അതെല്ലാം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ ഒറ്റയ്ക്കും എല്ലാം പോയിരിക്കും. ഒന്നും ചോദിച്ചാലും ഒന്നും പറയില്ല. പറയും, ഞാനത് ചോദിച്ചിരുന്നു. ആ സമയത്ത് അംബിക പറയും, അതങ്ങനെ പറയാൻ പറ്റില്ല. പാവം സ്വയം അനുഭവിക്കുകയായിരുന്നു. അംബിക പറയും, ഒരു ദിവസം ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിലോട്ട് ഒരു കുഞ്ഞു മാലാഖ വന്നു. വെളിച്ചത്തിന് ഞങ്ങൾ ഭൂമി എന്ന് പേരിട്ടു. ആ ഭൂമിയിലായിരുന്നു ഞങ്ങളുടെ സന്തോഷവും ദുഃഖവും എല്ലാം. ഇന്ന് രാത്രി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഞങ്ങൾക്ക് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അച്ചുവേട്ടൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ പേടിച്ചതും ആ ദിവസമാ. നിന്നെ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയ ദിവസം. ആദ്യ നാളുകളിൽ അച്ചുവേട്ടൻ സന്തോഷം കൊണ്ട് ഈ ലോകത്തും ഒന്നുമല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ആദ്യ നാളുകളിൽ നിന്നെയും കൊണ്ട് കാറിൽ കളിയും ചിരിയുമായിട്ടായിരുന്നു. പിന്നീട് നീ വളരുന്നതിനനുസരിച്ച് പിന്നീട് പേടിയായി തുടങ്ങി. നിന്റെ യഥാർത്ഥ അച്ഛൻ നിന്നെ തേടി വരുമോ എന്നുള്ള ഭയം, നിന്നെയും ചേർത്ത് പിടിച്ചിട്ടുള്ള നെട്ടോട്ടം, അതാണ് നീ കുറച്ചു മുമ്പ് കണ്ടത് എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് ഭൂമി. നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള പേടി മാത്രമായിരുന്നില്ല, നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം, പേടി എല്ലാം കൂടിയുള്ള ഒരു ഭ്രാന്തമായിരുന്നു. ഭ്രാന്തിൽ നിനക്ക് കാവലായിട്ട് നിന്റെ അച്ഛനിരുന്നു. അച്ഛൻ എന്നുള്ള അവകാശമായിട്ട് ആരെങ്കിലും വരുമെന്ന് പേടിച്ചു. നാട് വിട്ടു പോകാൻ തീരുമാനിച്ച അന്ന് ഹോസ്പിറ്റൽ പോയി വന്ന ആ സമയത്ത് അച്ചുവേട്ടൻ എന്നോട്, അംബികെ, നമ്മളുടെ മോള് നമ്മളെ തോപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അച്ചുവേട്ടന് ക്യാൻസറാണെന്നറിഞ്ഞത് ആ സമയത്താണ് അച്ചുവേട്ടൻ മോളെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് ആരാന്ന് പറയുന്നതിന് മുമ്പ് അച്ചുവേട്ടൻ പോയി. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അംബിക പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് ഭൂമിയും ഇതെല്ലാം കേട്ടുകൊണ്ട് സങ്കടത്തിൽ നിൽക്കുകയാണ്. ഭൂമി അംബികയോട് ചോദിക്കും, അമ്മ ഈ പറഞ്ഞതെല്ലാം കള്ളമല്ലേ എന്ന്. ഭൂമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കും, എന്താ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തതെന്ന് പറയുകയാണ്. അമ്മ എന്തിനാ എന്നോട് ഇത് പറഞ്ഞത്? അമ്മയ്ക്ക് എന്നോട് ഇത് പറയാതിരിക്കാമായിരുന്നില്ലേ? പിന്നെയും അങ്ങനെ ഭൂമി അംബികയോട് ചോദിക്കും, അമ്മ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമല്ലേ? പറയമ്മേ, അമ്മ എന്നോടെല്ലാം പറഞ്ഞത് കള്ളമാണെന്ന്. പിന്നീട് അവിടെ നിന്നും അംബിക പോകും. ആ സമയത്ത് ഭൂമി പറയും, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോ, അമ്മ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഭൂമി. ഭൂമിയുടെ അടുത്ത് നിന്നും അംബിക പോയിട്ട് അംബിക പൊട്ടിക്കരയുന്നുണ്ട്. അതുപോലെ ഭൂമിയും പൊട്ടിക്കരയുകയാണ്. പിന്നീട് ഭൂമി ജയിലിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഭൂമി ഒരു ഭ്രാന്തിയെ പോലെ റോഡിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഭൂമി അംബിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. പിന്നീട് ഭൂമി വീട്ടിലോട്ടെത്തും. വീട്ടിലോട്ടെത്തിയതിനു ശേഷം അച്യുതൻ്റെ കാറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്തും അംബിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഭൂമി കാറിൻ്റെ അടുത്തോട്ടേക്ക് ചെന്ന് കാറിൽ കൈവച്ചുകൊണ്ട് ഭൂമി പറയും, അച്ഛാ, ഞാൻ എത്രയോ തവണ ഈ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് അച്ഛൻ്റെ കൂടെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. ഓർമ്മയുണ്ട് അച്ഛന് ഞാൻ സ്റ്റെയറിങ്ങിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് രാജകുമാരിയെ മോൾക്ക് ഇഷ്ടമുള്ളിടത്തു കൂടെയൊക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ എല്ലാം കൊണ്ടുപോകും അച്ഛനെ കൊണ്ട്. ക്ലാസ്സിൽ എത്താൻ നേരം വൈകും. ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന് എനിക്ക് മാത്രമല്ല അച്ഛനും വഴക്ക് കേൾക്കും. അപ്പോൾ അച്ഛൻ പറയും, എൻ്റെ മോള് പറഞ്ഞ വഴിയിലൂടെ കാർ ഓടിച്ചത് കൊണ്ടാണ് നേരം വൈകിയതെന്ന്. എൻ്റെ മോള് എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുമെന്ന്. അച്ഛൻ്റെ ആ ചിരിയുണ്ടല്ലോ, സ്നേഹം നിറഞ്ഞ ആ ചിരി ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്, ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട് അച്ഛാ. പിന്നെ എന്നോട് അമ്മ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മകളല്ലെന്ന്. തെരുവിൽ കിടന്ന എന്നെ നിങ്ങൾ എടുത്തോണ്ട് വന്നതാണെന്ന്. ആണോ അച്ഛാ? ഇത് സത്യമാണോ? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണ്. ഇത് അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. ഒരച്ഛനും അമ്മയും ഒരു മകളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഈലും ഒക്കത്തും ചുമലിലും കൊണ്ട് നടന്നിട്ടുണ്ടാവില്ല. ഞാൻ അനാഥയല്ല അച്ഛാ. എൻ്റെ അച്ഛൻ അച്യുതനാണ്, എൻ്റെ അമ്മ അംബിക. രണ്ടുപേരും എനിക്കുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ അനാഥയാകും? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അമ്മ എൻ്റെ അമ്മയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പെറ്റമ്മയെ അന്വേഷിച്ച് പോകും എന്നായിരിക്കും അമ്മ കരുതിയിട്ടുണ്ടാവുക. അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാൻ കഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് അമ്മ ഒരു നമ്പർ ഇറക്കിയത്. അമ്മയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ തിരിഞ്ഞു നോക്കില്ലല്ലോ.
അമ്മ എന്തൊരു മണ്ടിയാ. ഭൂമി അങ്ങനെ ഇട്ടിട്ട് പോകോ? ഭൂമിയെ രക്ഷിക്കാനേ എന്നെ അകറ്റാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞതുവെങ്കിൽ അമ്മ തോറ്റു. എന്ത് വില കൊടുത്തും ഞാൻ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കും. ഇനി എത്ര കാശ് വേണമെങ്കിലും ഞാൻ മുടക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ.